അയ്യോ ധനുവേട്ടൻ, അയ്യോ ധനുവേട്ടൻ, 3 മണിയായി, എഴുന്നേൽക്ക്. ഓ എന്റെ പൊന്നു നിഹ, ഒന്നും മിണ്ടാതിരിക്കെ, ഒരു 5 മിനിറ്റും കൂടെ. 5 മിനിറ്റുമില്ല, 10 മിനിറ്റുമില്ല. വൃന്ദാവ വരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോ മനുഷ്യ. ആ ശരി ശരി, എഴുന്നേക്കുവാ. എന്നാ എഴുന്നേറ്റ് വാ. നിഹ, ഇന്നലെ രാത്രി ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ? തീർന്നു, എല്ലാത്തിനും തീരുമാനായി. വൃന്ദാവൻ പൊക്കി. ഏയ് ഇല്ലല്ലോ, ചെലപ്പോ നമുക്ക് തോന്നിയതായിരിക്കും. അല്ലാതെ ഈ നട്ടപ്പാതിരാത്രിക്കൊക്കെ ആര് വരാനാ? ആ അപ്പ ചെലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. ഒരു കണക്കിന് രക്ഷപ്പെട്ടു. സാർ, ഇന്ന് ഈവനിങ് ആണ് JNJ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള മീറ്റിംഗ്. അതിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതിന്റെ വല്ല ഡീറ്റെയിൽസും കിട്ടിയായിരുന്നോ? തോമസിനെ പറ്റി പുതിയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് നമുക്കെതിരെ എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നുണ്ട്. തോമസിന്റെ ക്യാരക്ടർ വെച്ച് മുന്നിൽ നിന്നുള്ള അറ്റാക്ക് ആയിരിക്കില്ല സാർ. അതെനിക്ക് പണ്ടേ അറിയാം ക്രിസ്റ്റി. ആഗ്രഹിച്ച് നേടാൻ വേണ്ടി അവൻ എന്ത് നെറികെട്ട കളിയും കളിക്കുമെന്ന്. എനിവേ, കറന്റ് കാര്യങ്ങൾ എന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കണം. അതിനെക്കുറിച്ച് ഓർത്ത് സാർ വറീഡ് ആവണ്ട, ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, നീ പോയിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ആ നീയായിരുന്നു, കയറി വാ. ഇതെന്ത് പറ്റി? ഭയങ്കര ടെൻഷനിലാണല്ലോ. എനിത്തിങ് സീരിയസ്? കുറച്ചധികം കാര്യങ്ങളുണ്ട്. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം. ഇതിലുള്ള ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിൽ തന്നെ വെക്കണം. ദർശല്ലാതെ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കരുത്. ഇത്ര സീക്രട്ട് ആയിട്ട് വെക്കാൻ മാത്രം ഈ ഡോക്യുമെന്റ്സിൽ എന്താ ഉള്ളത്? അത് നീ ഇപ്പൊ അറിയണ്ട. ഓ ശരി, അത് പിന്നെ എന്ത് ചോദിച്ചാലും ഇപ്പൊ നീ അറിയണ്ടെന്നല്ലേ പറയൂ? സമയാവുമ്പോ ഞാൻ തന്നെ പറയും. ശരി ശരി, ഞാനൊന്നും ചോദിക്കുന്നില്ല. ആ പിന്നെ ഇന്ന് ഈവനിങ് ദർശൻ ഒരു മീറ്റിംഗ് ഉള്ള കാരണം അവന് സൈറ്റിലേക്ക് പോകാൻ പറ്റില്ല. സോ നമുക്ക് പോകണം. ആ ശരി, ഞാൻ വരാം. രാജേട്ടാ, രാധിക വിളിച്ചിരുന്നു. അവര് നാളെ തന്നെ നിഹയെ കാണാൻ വരാന്നാ പറഞ്ഞേ. അതെങ്ങനെ ശരിയാവും വൃന്ദ? മോളോട് ഒരു വാക്കുപോലും ചോദിക്കാതെ? ബെസ്റ്റ്. അവളോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ചോദിക്കാതിരിക്കുന്നതാ. കല്യാണക്കാര്യം പറഞ്ഞ അങ്ങോട്ട് ചെന്നാ മതി. അവൾ എപ്പ മുങ്ങിന്ന് പറഞ്ഞാ പോരെ. എന്തായാലും ആദ്യം അവര് വന്ന് കാണട്ടേന്നേ. അത് കഴിഞ്ഞ് നമുക്ക് അവളോട് പറയാം. എനിക്ക് തോന്നുന്നില്ല വൃന്ദ അവൾ ഇതിന് സമ്മതിക്കുമെന്ന്. അതൊക്കെ അവള് സമ്മതിക്കും. രാജേട്ടനൊന്ന് പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ അനികമോളുടെ ഡെലിവറി കഴിഞ്ഞാ നമുക്ക് മാരേജ് നടത്താലോ? ഞാൻ ചോദിച്ചു നോക്കാം. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നീ നിർബന്ധിക്കാൻ നിൽക്കണ്ട. ഓ ശരി. ഡേവിഡ്, ഇനി അധികം ലേറ്റ് ആക്കരുത്. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് എത്രയും പെട്ടെന്ന് നടത്തിയിരിക്കണം. അതെ സാർ, ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. അലക്സ്, നീ ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒപ്പം വരണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിന്നാ മതി. എല്ലാം നിനക്ക്. ഞാൻ ചെയ്തതിന്റെ ക്രെഡിറ്റ് നിനക്ക്. നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഡേവിഡ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എല്ലാം കൊണ്ടുപോയി തിന്നാമെന്ന് നീ കരുതണ്ട. ഈ അലക്സിന് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. അതിപ്പോ ചേട്ടനായാലും ശരി, അനിയനായാലും ശരി. എടോ നിഹ, സൈൻ ചെയ്യാനുള്ള ഫയൽസ് ഒക്കെ താൻ മാറ്റി വെക്കണം. ആദ്യം വേട്ട സൈൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വൃന്ദാമ്മയാണല്ലോ വിളിക്കുന്നത്. ഹലോ അമ്മ. മോളെ നിഹ, അനികുമോൾക്ക് പെയിനായിട്ട് ഹോസ്പിറ്റലാ. നീ ഇതെവിടെയാ? ആണോ? ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ തന്നെ വരാം. എന്താടോ, എന്താ പ്രശ്നം? ചേച്ചിക്ക് പെയിനായിട്ട് ഹോസ്പിറ്റലാണെന്ന്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോണം. ധനുവേട്ടനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ഓക്കെ. ഏത് ഹോസ്പിറ്റലാ? സിറ്റി ഹോസ്പിറ്റൽ.
അമ്മ ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ എന്താ പെട്ടെന്ന് പറ്റിയേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, മോള് മയക്കത്തില്ല. ആണോ? എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? ഡെലിവറി ഒക്കെ ആവാറായില്ലേ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞേ. ട്രിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിക്കോളാനും പറഞ്ഞു. വൃന്ദ, അയാൻ മോനെ വിളിച്ചേ. ഇനി ഡെലിവറിക്ക് 4 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടെന്നാ പറഞ്ഞേ. ഇനിയും ഇതുപോലെ വന്നാലോ? അവൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആണോ? എന്നാ പിന്നെ അതാ നല്ലത്. അമ്മ എന്തെങ്കിലും ഓഫീസിൽ വെച്ച് ലീവ് പറയട്ടെ. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാ വേറെ ആരും ഇല്ലല്ലോ. ഏയ്, അത് വേണ്ട മോളെ, ഞാനും വൃന്ദയും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഡെലിവറി ആകുമ്പോഴേക്കും അയാൻ മോനും വരും. നീ ലീവ് ഒന്നും എടുക്കണ്ട. അല്ലച്ചാ, എന്നാലും ഒരെന്നാലും ഇല്ല. 3 ആളും കൂടി ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? നീ പോയിട്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ. ഞാനും അച്ഛനും ഇവിടെ നിന്നോളാം. ശരി, എന്ന് ഞാൻ പോയിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഹലോ, താനിതെവിടെയാ? ഹോസ്പിറ്റലാണോ? അല്ല തരവേട്ടാ, ഞാൻ വീട്ടിലാ. ആണോ? ചേച്ചിക്കിപ്പോ എങ്ങനെയുണ്ട്? ചേച്ചിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഡെലിവറി ഡേറ്റ് ആവാറായല്ലോ, അതിന്റെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോ 3-4 ദിവസം കൂടെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അച്ഛനമ്മയും ചേച്ചിയുടെ കൂടെ നിന്നു. അത് കാരണം ഞാനിപ്പോ കട്ട പോസ്റ്റാണ്. ആണോ? അപ്പൊ താൻ ഒറ്റയ്ക്കാണോ വീട്ടില്? അതെ. നിഹ, എടോ എനിക്കൊരു കോള് വരുന്നുണ്ട്. ഐ വിൽ കോൾ യു ലേറ്റർ. ഇത്തിരി നേരം സംസാരിച്ചിരിക്കാന്ന് വെച്ചാ അപ്പോഴേക്കും കട്ടാക്കും. ധനു, നീ എങ്ങോട്ട് ഈ സമയത്ത്? JNJ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. ഫ്രൈഡേ ഈവനിങ് ഹൈദരാബാദ് വെച്ചിട്ടാ. അതിനിന്ന് ട്യൂസ്ഡേയിലേ ആയിട്ടുള്ളൂ. ഫ്രൈഡേ മോർണിംഗ് ഫ്ലൈറ്റിന് പോയാലും കൃത്യസമയത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എന്തിനാ ഇന്ന് പോകുന്നേ? ഇന്ന് തന്നെ പോകേണ്ട ആവശ്യമുണ്ട് ദർശ്. ഇവാൻ വിളിച്ചിരുന്നു. മാത്യു പപ്പിക്ക് തോമസ് അല്ലാതെ വേറെ സിബ്ലിങ്സ് ഉള്ള കാര്യം നിനക്കറിയോ? അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും എനിക്ക് അറിയില്ല ധനു. തോമസിന് ട്വിൻ ബ്രദർ ഉള്ളതായിട്ട് കരൺ പറഞ്ഞ് എനിക്കറിയാം. ഹോ, അപ്പോ ഇവാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മരിച്ചുപോയ ആ ട്വിൻ ബ്രദറിന്റെ ഐഡന്റിറ്റിയിലായിരിക്കണം തോമസ് ഇപ്പോൾ ഉള്ളത്. ഇനി എന്താ നിന്റെ പ്ലാൻ? പബ്ലിക്കിന് മുമ്പിൽ മുഖം മറയ്ക്കാൻ മാത്രമായിരിക്കും അവൻ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ പിന്നിൽ അവൻ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ മാത്യു പപ്പയുടെ പ്രോപ്പർട്ടി എല്ലാം ഇപ്പോഴും തോമസ് എബ്രഹാം എന്ന പേരിൽ തന്നെ ആയിരിക്കും. അതെല്ലാം ആദ്യം തന്നെ കരന്റെ പേരിലാക്കണം. തോമസ് മരിച്ചോന്നല്ലേ എല്ലാവരും കരുതിയേക്കുന്നേ. അതുകൊണ്ട് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതിൽ എളുപ്പമാണ്. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയിട്ട് വാ. ധനുവേട്ടൻ എന്താ ഇവിടെ? വാ, അകത്തേക്ക് കയറ്. എടോ, ഞാൻ ഹൈദരാബാദ് പോവാ. ഇനി 1 വീക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരൂ. ഹൈദരാബാദോ? അതെന്തത്ര പെട്ടെന്ന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം ഞാൻ ഇന്ന് രാവിലെ ഏൽപ്പിച്ച ഡോക്യുമെന്റ്സ് എടുത്തിട്ട് വാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. എന്നാ ഡോക്യുമെന്റ്സ്? ഓക്കേടോ, എന്നാ ഞാൻ പോവാ. ബൈ. ധനുവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിഹ? അതെ, ഞാൻ വരട്ടെ ഹൈദരാബാദ്. എന്തായാലും ഇവിടെ ഒറ്റയ്ക്കിരിക്കല്ലേ. അത് വേണ്ട, താൻ വന്നാ ശരിയാവില്ല. പ്ലീസ് ധനുവേട്ടാ, ഞാനും കൂടെ വന്നോട്ടെ. പ്ലീസ് സമ്മതിക്കേ. ശരി ശരി, എന്നാ താൻ വാ. എന്റെ ധനുവേട്ടൻ മുത്താണ്. ഞാനിപ്പോ വരാം, ഒരു 5 മിനിറ്റ്. ദർശ്, നിഹ വന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വരാറ്? പിന്നെ എനിക്കെങ്ങനെ അറിയാനാ? ഞങ്ങൾ ഒരുമിച്ചാ വരാറ്. പക്ഷേ ചില ദിവസം മീറ്റിംഗ് ഉള്ള കാരണം അവള് നേരത്തെ വരാറുണ്ടല്ലോ. അതാ ഞാൻ ചോദിച്ചേ. അതിന് ഇന്ന് രാവിലെ മീറ്റിംഗ് ഒന്നുമില്ലല്ലോ. ഇനി ലീവാണോ? തനിക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ വിളിച്ചതാ, എടുക്കണ്ടേ? എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദീക്ഷിത് സാറും നിഹയും തമ്മിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്കൊരു ഡൗട്ട്. അതെന്തായാലും നടക്കില്ല. ധനുവിന്റെ ക്യാരക്ടർ എനിക്കറിഞ്ഞൂടെ. അവൻ പെട്ടെന്ന് ഒരു പെണ്ണിന്റെ മുമ്പിൽ അങ്ങനെ മുട്ടുമടക്കില്ല.
അത് ശരിയാ, സാറ് നിന്റെ പോലെ കോഴിയല്ല. ഡി അതിന്റെ ഇടയിൽ കൂടെ എനിക്കിട്ട് താങ്ങുവാണല്ലേ. കോഴിയാണോ അല്ലോന്നൊക്കെ എന്റെ മൂർത്ത ചേട്ടൻ പതിയെ കാണിച്ചു തരാട്ടോ. ഓ ആയിക്കോട്ടെ, അപ്പൊ എന്നാ ശരി, ഞാൻ പോവാ. ഇപ്പൊ നീ പോയിക്കോ, വൈകാതെ എന്റെ കയ്യിൽ കിട്ടും. ധനു, ഇതാ നീ പറഞ്ഞ ഡീറ്റെയിൽസ്. തോമസിന്റെ ട്വിൻ ബ്രദറിന്റെ നെയിം മിസ്റ്റർ ജോർദാൻ എബ്രഹാം. ജോർദാൻ എബ്രഹാം? അതെ, ഇയാള് തോമസിന്റെ പോലൊന്നും ആയിരുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാഫിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. മാത്യു സാറ് നിങ്ങളെ കിട്ടുന്നതിന് 2 വർഷം മുമ്പാ ജോർദാൻ ഒരു പ്ലെയിൻ ക്രാഷിൽ മരിക്കുന്നത്. അതിനെ കുറിച്ച് നീ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചില്ലേ? അതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഒരു അപകടം നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേപ്പേഴ്സും കൂടെ ഞാൻ ആ ഫയലിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ തോമസ് എബ്രഹാമിന്റെ കയ്യിലുള്ള മാത്യു പാപ്പയുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് കരന്റെ പേരിലാക്കിയിരിക്കണം. അതിന് വേണ്ട പേപ്പേഴ്സ് എല്ലാം ഇതിലുണ്ട്. ധനു, ഇതെന്താ നിഹ എന്ന പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തേക്കണേ? ഏതായി കുട്ടി? ഷീ ഈസ് മൈ വൈഫ്. വൈഫ്? അതെങ്ങനെ? അപ്പോ ഈ കോൺട്രാക്ട് മാരേജിനെ കുറിച്ച് ദർശന് പോലും ഒന്നും അറിയില്ലേ? ഇല്ല, ആദ്യം ഇത് ഒരു കോൺട്രാക്ട് മാരേജ് ആയിരുന്നെങ്കിലും ഇപ്പൊ അങ്ങനെയല്ല. ഷീ ഈസ് മൈ എവറിത്തിങ്. എന്റെ കൂടെ ഇങ്ങോട്ട് അവളും വന്നിട്ടുണ്ട്. ആണോ? എന്നിട്ട് എന്റെ ഏട്ടത്തി എവിടെ? ഫ്ലാറ്റിലാ. നീ ടൈം കിട്ടുമ്പോ അങ്ങോട്ട് വാ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ രണ്ടും കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാണല്ലേ ഹൈദരാബാദ്. ദർശനൊന്നും അറിയണ്ട. നടക്കട്ടെ നടക്കട്ടെ. പോയേടാ. ശരി ശരി, എന്ന് നമുക്ക് പിന്നെ കാണാം. ഓ ധനുവേട്ടാ, എനിക്ക് ഇവിടെ നിന്ന് ബോറടിക്കുന്നു. വാ, നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരാം. കളിക്കലേ നിഹ, എനിക്കിവിടെ ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വരണ്ടാന്ന്. അപ്പൊ നിനക്കായിരുന്നില്ലേ നിർബന്ധം? അല്ലെങ്കിൽ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഏത് നേരത്താണാവോ ഈ ചെകുത്താനെ കല്യാണം കഴിക്കാന്ന് സമ്മതിച്ച്. എനിക്കാണെങ്കിൽ നല്ല ചുള്ളൻ ചക്കന്മാരെ കിട്ടിയാണേ. ഓഹോ, നിനക്ക് വേറെ വല്ല ചുള്ളന്മാരെ കിട്ടായിരുന്നില്ലേ? നീ തന്നെയല്ലേ എന്റെ പിന്നാലെ കിടന്ന് നടന്നത്. അത് പിന്നെ എന്റെ ധനുവേട്ടനെ പോലെ ഇത്ര സ്മാർട്ട്നെസ്സും ഗ്ലാമറൊക്കെ ഉള്ള ആളെ വേറെ കിട്ടണ്ടേ? മതി മതി, എനിക്ക് നന്നായി ബോധിച്ചു. ഇനി നീ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. 2 ദിവസം കഴിഞ്ഞാ എനിക്ക് ജെ കമ്പനി ആയിട്ടുള്ള മീറ്റിംഗ് ഉള്ളതാ. അതിന്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തുവാ ധനുവേട്ട ഇത്? ഫയൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഞാനും ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ വാ പ്ലീസ്, നമുക്ക് പുറത്തു പോയിട്ട് വരാം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? നിഹ, നീ പോയി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടോ, താൻ അപ്പോഴത്തേനും പിണങ്ങിയോ? ഇനി താൻ ഇതിന് മുഖം വീർപ്പിച്ചിരിക്കണ്ട. താൻ പോയി റെഡി ആവ്. ശരിക്കും? ആന്നേ, താൻ ആദ്യം പോയി റെഡി ആവാൻ നോക്ക്. ഓ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഔട്ടിംഗ് അടിപൊളിയായിരുന്നല്ലേ? ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ആണോ? എന്നാ പിന്നെ നമുക്ക് ഇവിടെയും കൂടെ കുറച്ച് എൻജോയ്മെന്റ് ആയാലോ? ഐഷ്, അങ്ങനെ അങ്ങ് പോയാലോ? താനിങ്ങോട്ടൊന്ന് വന്നേ. നിഹ, I love you. I love you so much. I love you too.
ഹായ് ഏട്ടത്തി, ഞാൻ ഇവാൻ, ധനുവിന്റെ ഫ്രണ്ടാ. നിങ്ങളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ കാര്യം ധനു എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. നൈസ് ടു മീറ്റ് യു ഇവാൻ. ഐ ആം നിഹ. ഇവാൻ, എടാ ഞങ്ങളൊന്ന് തിരിച്ചു പോവാട്ടോ. ഓക്കെ ധനു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓക്കേടാ, എന്നാ ശരി. എവിടെ പോയിട്ട് വരിക? ഭാര്യയും ഭർത്താവും. ധനുവേട്ട വേണ്ട, വെറുതെ ഒരു പ്രശ്നത്തിന് പോണ്ട. നമുക്ക് പോയി, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, ഇവിടെ ഇരിക്കുക. അലക്സ്, കാർ എടുത്ത് മുന്നിൽ നിന്ന് മാറ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അലക്സ്, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ചെയ്തു കൂട്ടുന്ന ഓരോ നെറികേടും കണ്ട് ഞാൻ കണ്ണടയ്ക്കുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. കുറച്ച് വർഷം മുമ്പ് നീ എന്റെ ആരോഗ്യം ആയിരുന്നു, അതുകൊണ്ട് മാത്രം. എന്ന് കരുതി എപ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. മുമ്പുണ്ടായ ബന്ധത്തിന് എന്റെ ഓർമ്മയിൽ പോലും സ്ഥാനം കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലടിക്കേ. ഇപ്പൊ എന്റെ മുമ്പിൽ നിന്റെ നാശം, അത് മാത്രമേ ഉള്ളൂ. ഡേവിഡിന് മുന്നേ നിന്നെ എനിക്ക് തീർക്കണം. അതെന്റെ ഒരു വാശിയാ. ഇനിയിപ്പോ അതിനധികം ടൈം എടുക്കണ്ടല്ലോ, അല്ലേ മിസ്റ്റർ ദക്ഷിത്? ധനുവേട്ട, നിഹ, get in the car. ധനുവേട്ട, അത് പിന്നെ നിന്നോട് കാറിൽ കയറാനാ പറഞ്ഞേ. അല്ല, ഇതാര്? എന്റെ ഏഞ്ചലോ? കേട്ടോ ഡീക്കെ, നിന്റെ കൈ നിന്ന് എന്തൊക്കെ തട്ടിയെടുത്തിരിക്കുന്നു. പക്ഷിതാ ഈ പ്രോപ്പർട്ടി, ഇതിന്റെ മുൻപിൽ അതൊക്കെ ഒന്നും അല്ലാത്ത പോലെ തോന്നുക. ഡീക്കെ, നിനക്ക് ഞാനൊരു ഗോൾഡൻ ചാൻസ് തരാം. ഇവളെ എനിക്ക് തന്നിട്ട് എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളുടെ ആരുടെയും കണ്ണിപ്പെടാണ്ട് നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോ. അങ്ങനെ നിന്റെ മറ്റന്മാരെയും പിടിച്ച് ഞാൻ അങ്ങോട്ട് ഒതുങ്ങി തീരുമെന്ന് നീ കരുതിയോ മോനെ അലക്സ്? എന്നാ നിനക്ക് തെറ്റി. നിന്റെയൊക്കെ ടിക്കറ്റ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതാടാ. പക്ഷേ ആ പ്ലാനൊന്നും ഒന്നും വർക്ക്ഔട്ട് ആവില്ലല്ലോ ഡിക്കെ. ആദ്യം നറുക്ക് വീണത് നിനക്ക. അത് നടപ്പിലാക്കാനാ ഞാൻ വന്നത്. പിന്നെ ഒരു കാര്യോർത്ത് നീ ഒട്ടും വെറിയിടാവണ്ട. ദാ ഇവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ധനുവേട്ട, എനിക്ക് പേടിയാവുന്നു. ഹേ ഏഞ്ചൽ, എന്റെ പെണ്ണിന്റെ നേരെങ്ങാനും നിന്റെ കൈ പൊങ്ങിയ പിന്നെ നീ ഭൂമിയിൽ ഉണ്ടാവില്ല. ഓ ഡികെ, നീ എന്നിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഗായ്സ്, ലെറ്റ്സ് ഫിനിഷ് ഹിം. ഡിക്കി, ഇങ്ങോട്ടൊന്ന് നോക്കിക്ക്. ധനുവേട്ട, എനിക്ക് പേടിയാവുന്നു. അലക്സ്, അവളെ വിടാനാ പറഞ്ഞേ. സോ സോറി ഡിക്കി, നീ ഇങ്ങനെ വേദനിക്കുന്നത് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം. അതിന് എന്റെ ഏഞ്ചൽ തന്നെ ആദ്യം പോണ്ടേ. അലക്സ്, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഡേവിഡിന്റെ കൂടെ കൂടരുതെന്ന്. അത് നീ കേട്ടില്ല. ഇത് നീ തന്നെ ആയിട്ട് കുഴിച്ച കുഴിയാ. അതുകൊണ്ട് ഇനി ടൈം കളയണ്ട.